വി.ഡി. സതീശന് തലേദിവസം തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നു, താങ്കൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം താനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം മറ്റു ആളുകളോട് പറഞ്ഞത് എന്ന് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ചാനലുകൾക്കൊക്കെ ഒരു ചാകരയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലൈവ് റിപ്പോർട്ടിങ്ങിൽ തന്നെ അവർക്ക് 1 lakhിൻ്റെ ലൈവ് വ്യൂസ് കിട്ടുന്ന സമയത്ത് അത് വലിയ രീതിയിൽ അവർക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ വലിയൊരു വരുമാനം വർധനവ് കൂടി ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കേരളത്തിലെ LDF പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അവർക്ക് പൊതുനിരത്തിൽ ഇറങ്ങിയുള്ള സമരം മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ആരോപണങ്ങളും ചെളിവാരി ഏറലുകളും ഒക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം തന്നെ ചെയ്തോളും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. വാർത്തകൾക്ക് ഇനി വരുന്ന 5 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള കുറവുകളും ഉണ്ടാവത്തില്ല. അത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലേക്കും ഒരുപാട് പരസ്യങ്ങൾ എത്തും. കാരണം വ്യൂവേഴ്സ് കൂടും. കാരണം നാളെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ആഘോഷിക്കുന്നതും ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളായിരിക്കും. എന്തുമാത്രം കണ്ടന്റുകൾ ഓരോ ദിവസം വരുന്നത്. തൽക്കാലം ഇടതുപക്ഷം ഒന്ന് മാറിയിരിക്കുകയാണ്. ഈ ബഹളങ്ങളൊക്കെ UDF കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും മാധ്യമങ്ങൾക്ക് ഇത് ചാകരകാലമാണ്. നിലവിലൊരു അവസ്ഥ കണ്ടിട്ട് 5 വർഷവും ഈ ചാകര പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും 5 വർഷം ഈ ചാകര പ്രതീക്ഷിക്കാം എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4-ാം തീയതി റിസൾട്ട് വന്നു. മെയ് 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം മാധ്യമങ്ങളെ സംബന്ധിച്ചൊരു പെട്ടെന്നൊക്കെയാണ് ഒരു മിനിസ്ട്രി രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ അവർക്ക് വാർത്തകൾ കിട്ടത്തില്ലായിരുന്നു. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്താ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. വാർത്തകൾ പലപ്പോഴും നമുക്ക് കണ്ടെത്തേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ തേടി പോകേണ്ടതായിട്ട് വരുമായിരുന്നു. പല ചാനലുകൾക്കും അത് തന്നെയായിരുന്നു അവസ്ഥ. കാരണം പല എഡിറ്റോറിയൽ റൂമുകളിലും അവർ ഇന്ന് എന്താണ് സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത്, അത് ന്യൂസ് റൂമുകളിൽ നിന്ന് വാർത്തകൾ സൃഷ്ടിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. കഴിഞ്ഞ 11 ദിവസം, അതായത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി 11 ദിവസമാണ് UDF എടുത്തത്. ഈ 11 ദിവസവും കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു റേറ്റിംഗ്, കാരണം ആളുകളെല്ലാം ടെലിവിഷന് മുമ്പിൽ തന്നെയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈലിന് യൂട്യൂബ് എടുത്തതിന് ശേഷം യൂട്യൂബിലേക്ക് ലൈവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ടിവിയുടെ ആണെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആണെങ്കിലും 24 ന്യൂസിൻ്റെ ഒക്കെ ആണെങ്കിലും അതിനകത്ത് ലൈവ് വ്യൂസ് എന്ന് പറയുന്നത് സാധാരണ വരാറുള്ളത് ഒരു നോർമൽ ടൈമിങ്ങിൽ, പീക്ക് ടൈമിലെ കാര്യമല്ല പറയുന്നത്, നോർമൽ ടൈമിലെങ്കിൽ ഒരു 20,000 30,000 ഒക്കെ ആണെങ്കിൽ ഇതിപ്പോൾ എല്ലാവർക്കും 1 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ്. ഇങ്ങനെ ഒരു 18 മണിക്കൂർ വരെ, ഒരു ദിവസത്തിലെ 18 മണിക്കൂർ വരെ ഇവർക്കൊരു 1 lakh എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു റേറ്റിംഗ് ചാനലുകൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ത്രില്ലർ സിനിമ കാണുന്ന ഫീലാണ് ശരിക്കും. ത്രില്ലർ അല്ലല്ലോ, ഒരു സസ്പെൻസ് ത്രില്ലർ കാണുന്ന മാതിരിയുള്ള ഒരു ത്രില്ലല്ല. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരാണ് എന്ന്, കാരണം ആദ്യം രാഹുൽ ഗാന്ധി കാർഗയുടെ വസതിയിലേക്ക് എത്തുന്നു. കാർഗയുടെ വസതിയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് തന്നെ മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാലിനെ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. പക്ഷേ അന്ന് പ്രഖ്യാപനമില്ല എന്ന് 3 നേതാക്കന്മാരും കൂടെ പുറത്തു വന്നിട്ട് പറയുന്നു. കാരണം ഇന്ന് പ്രഖ്യാപനമില്ല, മറ്റൊരു ദിവസമായിരിക്കും പ്രഖ്യാപനം എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു 2-3 ദിവസത്തിന് ശേഷം രാഹുൽ ഗാന്ധി കാർഗയുടെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് കാർഗയുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുന്നു. അതിനുശേഷം അവിടുന്ന് ജയറാം രമേശ് പുറത്തേക്ക് വന്നിട്ട് പറയുന്നു ഇന്ന് പ്രസ്താവനയില്ല, നാളെ ആയിരിക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ദിവസമാണെങ്കിൽ സസ്പെൻസാണ്. രാവിലെ തന്നെ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഏകദേശം 1.5 മണിക്കൂർ സമയത്തെ സംസാരങ്ങൾ നടക്കുന്നു. അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ ഫോണിൽ നിന്ന് പാണക്കാട് തങ്ങൾക്ക് ആദ്യത്തെ കോൾ വരുന്നു. വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കോൾ വരുന്നു. വി.ഡി. സതീശന് തലേദിവസം തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നു, താങ്കൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം താനാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം മറ്റു ആളുകളോട് പറഞ്ഞത് എന്ന് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ സീനുകളും, നമുക്ക് അങ്ങനെയാണ് പറയേണ്ടത്, ഓരോ സീനുകളും ആകാംക്ഷാഭരിതമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചാനലുകൾക്ക് മുമ്പിൽ, അതായത് പലപ്പോഴും നമ്മൾ ചാനലുകൾക്ക് മുമ്പിൽ പോയിരുന്ന അല്ലെങ്കിൽ TV-ക്ക് മുമ്പിൽ പോയിരുന്ന വാർത്തകൾ കാണുന്നതൊക്കെ കുറവായിരുന്നു. പക്ഷേ ആളുകൾ കൃത്യമായിട്ട് TV-ക്ക് മുമ്പിൽ തന്നെ പോയിരുന്ന് വാർത്തകൾ കാണുന്ന രീതി ഉണ്ടായി. അതായത് പരസ്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു പല ചാനലുകൾക്കും. പല ചാനലുകളും വളരെ ദരിദ്രമായ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് പരസ്യം കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം അതിന് പകരമായിട്ട് പല പരസ്യദാതാക്കളും സ്വീകരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ പരസ്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ വീണ്ടും ആ പരസ്യദാതാക്കളൊക്കെ കേരള
കേരളത്തിലെ ചാനലുകളിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള പല കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ കേരളത്തിലുള്ള ചാനലുകൾക്ക് പരസ്യം കൊടുക്കുന്നത് കുറച്ചിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു റിസൾട്ട് അവർക്ക് കേരളത്തിലെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം കേരളത്തിലെ ചാനലുകൾക്കൊക്കെ ഒരു ചാകരയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലൈവ് റിപ്പോർട്ടിങ്ങിൽ തന്നെ അവർക്ക് 1 lakhിൻ്റെ ലൈവ് വ്യൂസ് കിട്ടുന്ന സമയത്ത് അത് വലിയ രീതിയിൽ അവർക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ വലിയൊരു വരുമാനത്തിൻ്റെ വർധനവ് കൂടി ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഒരു മന്ത്രി മറ്റൊരു മന്ത്രിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയും. അതിനുശേഷം ഈ മന്ത്രി പിന്നെ ഒരു 10 MLA ഒപ്പിട്ട കത്തുമായിട്ട് ഹൈക്കമാൻഡ് അടുത്ത് പോകും. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് കേരളം, കാരണം ഡൽഹിയിലേക്കുള്ള ഒരുപാട് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഒരുപാട് ചർച്ചകൾ, കാരണം ഡൽഹിയിലുള്ള ഈ ഒരു പണിയില്ലാതിരിക്കുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻ നേതാക്കന്മാരുണ്ട്. അവർക്ക് സ്ഥിരമായിട്ട് കേരളത്തിലേക്ക് വരാനും MLA കാണാനും മന്ത്രിമാരെ മാറ്റാൻ, അഴിമതികൾ, പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറെ ഒരുപാട് വാർത്തകൾ സമ്മാനിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. കാരണം കേരളത്തിലെ LDFനെ പോലുള്ള പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനുണ്ടാവില്ല. അവർക്ക് പൊതുതലത്തിൽ ഇറങ്ങിയുള്ള സമരം മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ആരോപണങ്ങളും ചെളിവാരി ഏറലുകളും ഒക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം തന്നെ ചെയ്തോളും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഈ വരും ദിവസങ്ങളിൽ കണ്ടോളൂ. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ 2ാമത്തെ പ്രാവശ്യമാണ് VD സതീശൻ എത്തുന്നത്. ഇതൊക്കെ വളരെ ഉദ്വേഗഭരിതമായിട്ടുള്ള രംഗങ്ങളാണ്. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ TV-യിലെ ആങ്കേഴ്സ് തന്നെ ആണെങ്കിലും അവർ പറയുന്നതും ശ്രദ്ധിച്ചില്ല. അവർ പറയുന്ന കമന്ററി ആളുകൾ ചെന്നിത്തല വീടിന്റെ പിന്നിൽ കൂടി ഇറങ്ങി പോകുന്നു. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്ക്, കുറച്ചുകൂടി അദ്ദേഹം വയഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് ഇപ്പോൾ ചിരി വരുന്നുണ്ട്. അതിനുശേഷം മറ്റേ VD സതീശനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി രമേശ് ചെന്നിത്തല വന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അൻവർ സാദത്ത് VD സതീശനൊപ്പം ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ നിന്ന്. എന്തെല്ലാം കമന്ററികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? കാരണം ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളുകളില്ലേ, അവരെ സംബന്ധിച്ചിട്ട് അവർ ഉറങ്ങിയിട്ട് 3-4 ദിവസമായിട്ടുണ്ടാവും. കാരണം അവർ സ്ഥിരമായിട്ട് ക്യാമറയും തൂക്കി മൈക്കും തൂക്കി ഇങ്ങനെ ഒരാൾ മറ്റേ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ, മറ്റൊരാൾ KC വേണുഗോപാലിൻ്റെ വീട്ടിൽ, വേറൊരാൾ KPCC ഓഫീസിൻ്റെ മുമ്പിൽ, വേറൊരാൾ കണ്ടോൺമെൻറ്റ് ഹൗസിൽ, ഇത് ഇങ്ങനെ വേറൊരാൾ പാണക്കാട് ഹൗസിൽ, ഇങ്ങനെ ഓരോ ഇവരൊക്കെ വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നുണ്ടാവില്ല. കാരണം അത്യാവശ്യമായിട്ടൊരു ബാത്റൂം എമർജൻസിക്ക് പോലും ഇവരൊക്കെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതും കൂടി ഈ വാർത്താ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയാലും വാർത്തകൾക്ക് ഇനി വരുന്ന 5 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള കുറവുകളും ഉണ്ടാവത്തില്ല. അത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലേക്കും ഒരുപാട് പരസ്യങ്ങൾ എത്തും. കാരണം വ്യൂവേഴ്സ് കൂടും. കാരണം നാളെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. കാരണം ഇന്നിപ്പോൾ മന്ത്രിസഭയിലേക്ക് വരുന്നു IC ബാലകൃഷ്ണൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കും. അതിനുശേഷം പിന്നീട് ഓരോ പക്ഷം, ഇപ്പോൾ പക്ഷമില്ല എന്നൊക്കെ ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞെങ്കിലും KC പക്ഷമെന്നും RC പക്ഷമെന്നും VD പക്ഷമെന്നും 3 പക്ഷം കൂടി ഉണ്ടായി, 3 ഗ്രൂപ്പുകൾ കൂടി ഉണ്ടായി. പണ്ടത്തെ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് ഇതെല്ലാം സമാധിയിലേക്ക് പോയി. ഇപ്പോൾ ഉള്ളത് 3 ഗ്രൂപ്പുകളാണ്. അതിൽ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുണ്ട്, KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പുണ്ട്, VDയുടെ ഗ്രൂപ്പുണ്ട്. അങ്ങനെ 3 ഗ്രൂപ്പുകൾ കൂടി ഇവിടെ ഉദയം ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമുക്ക് ഇതേ അവസ്ഥ ഉണ്ടായിരുന്ന കർണാടകയുടെ ഇപ്പോൾ കാര്യം നമുക്കറിയാം. അവിടുന്ന് ആഴ്ചയിൽ 3 MLA-മാരോ നേതാക്കന്മാരോ വെച്ച് ഡൽഹിയിലേക്ക് പോകുന്നൊരു ഇതുണ്ടായിരുന്നു. സെയിം കാര്യം നമ്മളിനി കേരളത്തിലും കാണാം. 3 പക്ഷത്തിൻ്റെയും ഓരോ MLA-മാരെ 2 പേരെ വെച്ച് എല്ലാ ആഴ്ചയും ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നു. അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നു. എന്തായാലും നമുക്കറിയാം, പണ്ട് ക്ലിക്ക് ബൈറ്റുകൾക്ക് വേണ്ടി തല പോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നേരെ നോക്കിയിട്ട് കൺമുന്നിൽ കാണുന്നത് എന്തോ അതങ്ങ് വിളിച്ച് പറഞ്ഞാൽ കാണാൻ ആളുണ്ട്. അല്ല, ഇതിപ്പോ എന്താ പ്രശ്നം ചോദിച്ചിട്ടുണ്ടല്ലോ. കാരണം ഇത് 2001-2006 കാലഘട്ടത്തിലായിരുന്നു കോൺഗ്രസിൽ ഏറ്റവും വലിയ ഡ്രാമ നടന്നിട്ടുള്ളത്. പിന്നീട് ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 മുതൽ 2016 വരെയും വലിയ ഡ്രാമകൾ കേരളത്തിലുണ്ടായിരുന്നു. അത് സോളാർ സമരങ്ങൾ ഉൾപ്പെടെ. അതുകൂടാതെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുന്നത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്, ഗണേഷ് കുമാറിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് 2013 എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുക. കഴിഞ്ഞ ദിവസം കൂടി ഗണേഷ് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. എന്നെ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി സാർ പറ്റിച്ചു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ശരിയല്ല. നമ്മളെല്ലാവരും അന്ന് കണ്ടതാണ് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ മന്ത്രിസഭയെ അധികാരത്തിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഇനി പക്ഷേ കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് ധാരണയില്ല. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇതൊക്കെ
ഇതൊക്കെ തന്നെയാണ്. ഡൽഹി ടു ട്രിവാൻഡ്രം, ട്രിവാൻഡ്രം ടു ഡൽഹി, ഇത് തന്നെയായിരിക്കും വാർത്തകൾ. നാഷണൽ മീഡിയയിൽ വരെ ഉള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇത് തന്നെയായിരിക്കും. ഇന്നത് സംഭവിക്കാൻ പോകുന്നു, ഇതിനടുത്ത് ഇന്നത് സംഭവിക്കാൻ പോകുന്നു, ഇന്നയാൾ ഇന്നടത്തേക്ക് പോയിരിക്കുന്നു. ഇതിങ്ങനെയുള്ള കുറേയധികം വാർത്തകൾ കൊണ്ട് നമ്മളുടെ രാഷ്ട്രീയ കേരളം ഇങ്ങനെ നിറയും എന്ന കാര്യത്തിൽ ഒരു സംശയമുള്ള. ചാനലുകൾക്ക് ചാകര തന്നെയായിരിക്കും. പക്ഷേ ഇവരെയൊക്കെ അധികാരത്തിലേറ്റിയ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവികാരം എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 ദിവസം ഒരു മുഖ്യമന്ത്രിയെ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് തലയിൽ മുണ്ടിട്ട് വിജയാഘോഷം നടത്താതെ വീടിനകത്ത് ഇരിക്കേണ്ടി വന്നുവെങ്കിൽ ഈ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ അവരുടെ മനസ്സിനെ തന്നെ തകർക്കാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല.